കിടക്ക നിർമ്മാണശാലയിൽ വൻ തീപിടുത്തം. സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. കൊരട്ടി മാമ്പറയിലാണ് സംഭവം. അമീർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കത്തിനശിച്ചത്. ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ 7 മണിയോടെ സ്ഥാപനത്തിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് തീ പടരുന്നത് ആദ്യം കണ്ടത്. സ്ഥാപനം പൂർണ്ണമായും കത്തിനശിച്ചു. തീ വേഗം ആളിപ്പടരുകയായിരുന്നു. 2 മണിക്കൂറോളം തീപിടുത്തം നീണ്ടുനിന്നു. അങ്കമാലി, മാള, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രഖ്യാപനം UDF സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. തീരുമാനം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുമെന്നും ബസ് ഉടമകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന തീരുമാനം ഏകപക്ഷീയമാണെന്നും പൊതുഗതാഗത സംവിധാനം തകരുമെന്നും T. ഗോപിനാഥൻ പറഞ്ഞു. KSRTCയുടെ കണക്കുകൾ പ്രകാരം ദിനംപ്രതി 19 ലക്ഷം സ്ത്രീകളാണ് സർവീസ് ഉപയോഗിക്കുന്നത്. VD സതീശന്റെ പൊതുയുഗ യാത്രയിൽ സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചതാണെന്നും അന്നെല്ലാം പരിഹരിക്കുമെന്നാണ് സതീശൻ ഉറപ്പു നൽകിയതെന്നും T. ഗോപിനാഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വകാര്യ ബസ് മേഖലയ്ക്ക് വേണ്ടി പുതിയ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. KPCC അധ്യക്ഷ സ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ച കൊടിക്കുന്നിൽ സുരേഷ് MP. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. 1 മണിക്കൂറോളം കൊടിക്കുന്നിൽ ഖാർഗെയുമായി സംസാരിച്ചു. മുതിർന്ന നേതാവ് എന്ന നിലയിൽ തനിക്ക് അർഹതയുണ്ടെന്ന് ഖാർഗെയെ കൊടിക്കുന്നിൽ സുരേഷ് അറിയിച്ചു. അർഹതയുണ്ടായിട്ടും പലതവണ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറഞ്ഞ സുരേഷ് സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയവും ചൂണ്ടിക്കാട്ടി. പ്രതിശ്രുത വരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചതിൽ മനം നൊന്ത് യുവതി ആത്മഹത്യ ചെയ്തു. കാസർഗോഡ് കുമ്പള കീതൂർ കുണ്ടേങ്കരക്കടയിലെ B. ജയാനന്ദന്റെ മകൾ പ്രഫുല്ലയാണ് ജീവനൊടുക്കിയത്. തമിഴ്നാട് സ്വദേശി മണിയുമായി പ്രഫുല്ലയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മണി മരിച്ചത്. വീട്ടിലെ ഹാളിലെ ഫാനിൽ തൂങ്ങിയ നിലയിലാണ് പ്രഫുല്ലയെ കണ്ടെത്തിയത്. 4 മാസം മുമ്പാണ് തമിഴ്നാട് സ്വദേശി മണിയുമായി പ്രഫുല്ലയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. 1 മാസം മുമ്പ് ബൈക്ക് അപകടത്തിൽ മണിക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം മണി മരിക്കുകയായിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലാണ് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് യുവതി ജീവനൊടുക്കിയത്. വീട്ടുകാർ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് ജീവനൊടുക്കിയത്. ചാലക്കുടി പഴയ പാലം അടച്ചു. വൻ ഗതാഗത കുരുക്ക്. ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള പാലമാണ് ശനിയാഴ്ച അടച്ചത്. ബെയറിംഗ് മാറ്റുന്നതിനായാണ് പാലം അടച്ചത്. അറ്റകുറ്റപ്പണിക്ക് 20 ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. ഗതാഗത കുരുക്ക് രൂക്ഷമായതിനാൽ അധികം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. വാഹനങ്ങളെ ഒരു വരിയാക്കി പുതിയ പാലത്തിലൂടെ കടത്തിവിടുകയാണ്.